യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബാവയ്ക്ക് സഭാ നേതൃത്വവും വിശ്വാസികളും ചേർന്ന് വൻ സ്വീകരണമൊരുക്കി. പുത്തൻകുരിശിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. വിവരങ്ങളുമായി പുത്തൻകുരിശിൽ നിന്ന് ചേരുന്നത് ഗീസ് പീറ്ററാണ്. ഗീസ്, ഗുഡ് ഈവനിംഗ്. ലബനനിൽ നിന്ന് തിരിച്ചെത്തിയ ബാവയ്ക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. ഇന്നിപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. ചടങ്ങുകൾ എപ്പോൾ തുടങ്ങും? എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ? ക്രിസ്റ്റിന, തീർച്ചയായിട്ടും മാർച്ച് 25-ന് ലബനനിൽ നിന്നും പാത്രിയർക്കീസ് ബാവയാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തെ സഭയുടെ 81ാമത് കാതോലിക്കയായി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് എന്ന നാമത്തിൽ വാഴിച്ചത്. അതിനുശേഷം ഇതാദ്യമായിട്ട് ബാവ, കാതോലിക്ക ബാവ സഭയുടെ അധ്യക്ഷൻ, ഇതാ സഭ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3:30ക്കാണ് ഈ ശുശ്രൂഷ പറഞ്ഞിരുന്നെങ്കിലും വലിയ വിശ്വാസികളുടെ ജനസമൂഹം അല്ലെങ്കിൽ ജനസാഗരം ഉണ്ടായിരുന്നു. അതിനുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാവ സഭ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ശുശ്രൂഷകൾ ആരംഭിക്കും. ആദ്യം പാത്രിയർക്ക സെൻട്രൽ ചുമതലയേൽക്കും. അതിനുശേഷം സുന്ത്രോണിസോ ശുശ്രൂഷ എന്നറിയപ്പെടുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കും. ഈ ശുശ്രൂഷയ്ക്ക് സഭയിലെ വലിയ മെത്രാപ്പോലിത്തയായ ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോസ് വലിയ മെത്രാപ്പോലിത്തയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഒപ്പം തന്നെ സഭയുടെ വിവിധ മെത്രാപ്പോലിത്തമാരും ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പാത്രിയർക്കീസ് ബാവ, ഇതാ കാതോലിക്ക ബാവ സഭയുടെ ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിശ്വാസി സമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പിന്തുണ സഭയ്ക്ക് നൽകുന്നു. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുദ്രാവാക്യ വിളികളുമായി ഒപ്പം തന്നെ ആവേശത്തോടെയും ആരവത്തോടെയും കൂടി സഭാമക്കൾ, വിശ്വാസികൾ ഇതാ ബാവയെ ആനയിച്ചുകൊണ്ട് പോവുകയാണ്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് സഭയുടെ ഒരു സഭ നേരിടുന്ന പ്രതിസന്ധി, ഇതിനെല്ലാം ഒരു തർക്കം, ഈ പള്ളിത്തർക്കം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രശ്നപരിഹാരം, അതിന് ശാശ്വത സമാധാനത്തിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ ബാവ, ഈ ശ്രേഷ്ഠ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ഭാവിയായി എഴുന്നള്ളി വരുന്നതും. ഒപ്പം തന്നെ പ്രധാനമായി സൂചിപ്പിക്കേണ്ടത് സഭയിലെ ഇവിടെയുള്ള തിരക്ക് തന്നെയാണ്. ഏകദേശം 1000-കണക്കിന് ആളുകൾ, ഏകദേശം 10,000-3000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് ഇന്നിവിടെ പുത്തൻകുരിശ്, സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് സാക്ഷ്യം വഹിക്കുന്നത്. എന്ത് തന്നെയായാലും സഭ ഇത് ഒരു വലിയ മുന്നേറ്റമായി തന്നെ കാണുന്നു. ഇത്രയധികം ആളുകൾ ഈ പങ്കെടുക്കാനായിട്ട് എത്തുന്നത് സഭയുടെ വലിയ വിജയമായി തന്നെ കാണുകയാണ്. ഒപ്പം തന്നെ അല്പസമയത്ത് ഈ ശുശ്രൂഷ ആരംഭിക്കും. ശേഷം നടക്കുന്ന ഇപ്പോൾ പ്രാർത്ഥനകളോടെ വിശ്വാസികൾ പുത്തൻകുരിശിലെത്തിയിരിക്കുകയാണ്. വലിയ ജനസമൂഹമാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. വിമാനത്താവളത്തിലും അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്ക ബാവയായിട്ടാണ് സഭാ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നത്. വിശ്വാസികൾ ഏറെ പ്രാർത്ഥനകളോടുകൂടെ ആ സ്ഥാനാരോഹണ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തിയിരിക്കുകയാണ്. ഗീസ് പീറ്റർ തുടരുന്നുണ്ട്. ഗീസ് പറഞ്ഞതുപോലെ തന്നെ ഈ സഭാ തർക്കമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണം. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്? ഇന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുക കൂടി ചെയ്യുമല്ലോ. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കൊച്ചിയിൽ തിരികെ എത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബാവയ്ക്ക് സഭാ നേതൃത്വവും വിശ്വാസികളും വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 3000-ലധികം പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ ഇടയന് ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആദ്യമായി അദ്ദേഹം സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് കേൾക്കാൻ. അല്പസമയത്തിനകം പുത്തൻകുരിശിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷം അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്
കാത്തോലിക്ക ബാവ ചുമതലയേൽക്കുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം നിലനിൽക്കുകയും ഈ ബാവയുടെ ബാവയായി പ്രഖ്യാപിക്കുന്ന ലബനോനിലെ ചടങ്ങുകളിൽ സർക്കാർ പ്രതിനിധികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ശേഷം അതിനൊരു പര്യവസാനമായി അദ്ദേഹം ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയായി. അതിനുശേഷം ഇപ്പോൾ വിശ്വാസികളെ കാണുന്നതിനായി എത്തുന്നു. സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇനി കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിശ്വാസികളോടുള്ള അഭിസംബോധനയും ഉണ്ടാകും. എന്തായാലും വലിയ തോതിൽ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ബാവയ്ക്ക് സ്വീകരണമൊരുക്കാനും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കാനും പുത്തൻകുരിശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.